ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. ഇപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബയോളജിയിലെ കൃഷിയുടെ മൂന്നാമത്തെ പാർട്ടാണ്. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃകാ പദ്ധതി ആരംഭിച്ച പ്രദേശം എന്താണ്? അനുരൂപ കൃഷി മാതൃകാ പദ്ധതി എവിടെയാണ്? കുട്ടനാട്, മൺട്രോത്തുരുത്ത്, ആറളം, നെന്മാറ. എവിടെയാണ്? ഓപ്ഷൻ ബി, മൺട്രോത്തുരുത്തിലാണ് അനുരൂപ കൃഷി മാതൃക ആരംഭിച്ചത്. എന്താണ് അനുരൂപ കൃഷി എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ജാലം നെൽകൃഷി എന്ന് പറയും, അതേപോലെ തന്നെ കൂട് മത്സ്യകൃഷി, അതേപോലെ താറാവ് വളർത്തൽ, ഇവയെല്ലാം കൂടി സംയോജിപ്പിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുരൂപ കൃഷി എന്ന് പറയുന്നത്. അതേപോലെ നെൽവയൽ ഒരു ജലം കയറാതിരിക്കാനായിട്ട് അതിരുകളിലൊക്കെ കണ്ടൽ വനം വെച്ച് പിടിപ്പിക്കുക, അങ്ങനത്തെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഈ അനുരൂപ കൃഷിക്ക് അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. ഇനി മൺട്രോത്തുരുത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണത്? കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ച സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത്. അപ്പോൾ കൃഷിവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കാലാവസ്ഥ അനുരൂപ കൃഷി മാതൃക ആരംഭിച്ച സ്ഥലമാണ് ഇത്? മൺട്രോത്തുരുത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. തോട്ടവിള എവിടെയാണ്? അത് അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ? തോട്ടവിള എന്ന് പറയുന്നത് ഓപ്ഷൻ എ, കാസർഗോഡാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം. കാസർഗോഡാണ് തോട്ടവിള, തെറ്റിപ്പോകരുത്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഏത്തവാഴ, കണ്ണാറ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. പന്നിയൂർ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് പന്നിയൂറിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കുരുമുളകിന്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, ഇപ്പോൾ പറഞ്ഞല്ലേ തോട്ടവിള എവിടെയാണ്? ശ്രീകാര്യമല്ല, അതെവിടെയാണ്? കാസർഗോഡാണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. സോ ഇതെന്താണ്? തെറ്റാണ്. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് അമ്പലവയലാണ്. ശരിയാണ്. 1 ശരി, 2 ശരി, 4 ശരി. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി 1, 2, 4 ആണ് ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട്, തിരുവനന്തപുരം, ഇടുക്കി, കാസർഗോഡ്. എവിടെയാണ്? അത് കോഴിക്കോട് മാത്രമാണുള്ളത്. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി 1 മാത്രം. അവിടെ മാത്രമാണ് എന്തുള്ളത്? സ്പൈസസ് ബോർഡ്, കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ആണോ? കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കിഴങ്ങുവിള ശ്രീകാര്യമാണ് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോട്. ശരിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം തോട്ടവിള എവിടെയാണ്? തോട്ടവിള കാസർഗോഡ്. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് പോയിരിക്കുന്നത്. കിഴങ്ങുവിള ശ്രീകാര്യം തിരുവനന്തപുരം, കേന്ദ്ര തോട്ടവിള എവിടെയാണ്? കാസർഗോഡാണ്. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂർ. സോ ഏതാണ് ആൻസർ വരുന്നത്? 2ഉം 4ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ സി 2 and 4. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാണ്? പുറ്റടി, ആറളം, ഉടുമ്പന്നൂർ, ആറന്മുള. ഇടുക്കി ജില്ലയിലെ പുറ്റടിയിലാണ് ആദ്യത്തെ സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പ്രാദേശിക കാപ്പി ഗവേഷണ കേന്ദ്രം. കാപ്പി എവിടെയാണ്? കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയം, മടക്കത്തറ, ചുണ്ടേൽ, അമ്പലവയൽ. എവിടെയാണ് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ചുണ്ടേലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേൽ, വയനാട് ജില്ലയിലെ ചുണ്ടേലിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം. വനം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി, തൃശ്ശൂർ. റബ്ബർ റിസർച്ച് ആണെങ്കിൽ കോട്ടയം ജില്ലയിലെ കോട്ടയം എന്ന സ്ഥലത്ത് തന്നെ, ആ പ്രോപ്പർ കോഡ്. ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പാമ്പാടും പാറ. എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, വയനാട്. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, എറണാകുളം. നെല്ല് ഗവേഷണ കേന്ദ്രം വൈറ്റില, കായംകുളം, പട്ടാമ്പി, മങ്കൊമ്പ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് വൈറ്റില നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. എറണാകുളം ജില്ലയിലാണ് വൈറ്റില, കായംകുളം ആലപ്പുഴയിലാണ്, പട്ടാമ്പി എവിടെയാണ്? പാലക്കാടാണ്, മങ്കൊമ്പ് എവിടെയാണ്? ആലപ്പുഴയാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കണ്ണാറ, തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിലാണ്. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല, മേനോൻപാറ. എവിടെയാണ്? പത്തനംതിട്ടയിൽ. ഓക്കെ. അതേപോലെ കുരുമുളക് ഗവേഷണ തിരുവല്ല, പത്തനംതിട്ടയും. മേനോൻപാറ എവിടെയാണ്?
പാലക്കാടാണ് മേനോൻപാറ. അതേപോലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കണ്ണൂരാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മടക്കത്തറ. ആനക്കയം എവിടെയാണ്? മലപ്പുറവും മടക്കത്തറ തൃശ്ശൂരും. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. അതേപോലെ കൈതച്ചക്ക റിസർച്ച് സെൻറ്റർ വാഴക്കുളം എറണാകുളം. തിരിഞ്ഞു പോകരുത്. ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വെള്ളാനിക്കരയും അതേപോലെ റിസർച്ച് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന എവിടെയാണ്? വാഴക്കുളം എറണാകുളം ജില്ലയിലാണ്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി പാലക്കാടാണ്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? പുകയില ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻ സി കാസർഗോഡാണ് പുകയില. വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. അതേപോലെ തന്നെ ഇതാണ് പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം പാലക്കാടാണെന്ന് പറഞ്ഞു. അത് ഏത് സ്ഥലമാണ്? ചിറ്റൂർ. പാലക്കാട് ചിറ്റൂരാണ് പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്? മാംഗോ സിറ്റി എന്ന് പറയുന്നത് മുതലമടയാണ്. അതേപോലെ കരിമ്പ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? കരിമ്പ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ നമുക്കറിയാം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. 1 B ആണ്. സോ നമുക്ക് ഏതൊക്കെ കട്ട് ചെയ്യാം? ഇത് കട്ട് ചെയ്യാം. ചേരുംപടി ചേർക്കുക ഈ ഒരു ഇതിൽ നോക്കിയാൽ മതി. ഒരെണ്ണം നമുക്കറിയാമെങ്കിൽ അത് ആദ്യം മാച്ച് ചെയ്യുന്ന ബാക്കി എല്ലാ ഓപ്ഷൻസും അങ്ങ് കട്ട് ചെയ്യുക. പിന്നെ നമുക്ക് എന്താണ്? സെയ്തും റാബിയും അത് ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒറൈസ സറ്റേവ എന്ന് പറഞ്ഞ് എന്താണ്? ഒറൈസ സറ്റേവ നെല്ലാണ്. നമ്മളെപ്പോഴും ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ഒറൈസ സറ്റേവ നെല്ലാണെന്നുള്ളത്. സോ 4 എന്ന് പറയുന്ന എ. അപ്പോൾ ഇവിടെ രണ്ടിലും 4 A വരുന്നത് ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഇനി നോക്കിക്കേ, സെയ്ദ് എന്ന് പറയുന്നത് എന്താണ്? പഴവർഗ്ഗങ്ങളാണ് അല്ലേ സെയ്ദ് വിള. അപ്പോൾ ഇതും റാബി എന്ന് പറയുന്നത് ഏത് വരും? റാബി നമ്മുടെ ഗോതമ്പാണ്. 3 D 2 C. ഓക്കെ, അപ്പോൾ 1 ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോട്ടണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരമേത്? കോട്ടണോപോളിസ് ഏതാണ്? ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ. ഓപ്ഷൻ സി മുംബൈ ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ജോഗ്രഫിയിലും കൂടി ആയിട്ട് ഉൾപ്പെടുത്തി വേണം പഠിക്കാനായിട്ട്. അതായത് കൃഷി എന്ന് പറയുന്ന ടോപ്പിക്ക് LP-UP മാത്രമാണ് അത് ബയോളജി എന്നൊരു സെക്ഷനിലേക്ക് കൊടുത്തിരിക്കുന്നത്. LDC അതേപോലെ LGS ഒക്കെ വരുമ്പോഴേക്കും ഇത് ജോഗ്രഫിയുടെ സെക്ഷനിലേക്കാണ് വരുന്നത്. ഓക്കെ, പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനം ഏത്? 2ാം സ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഗുജറാത്താണ് 2ാം സ്ഥാനം നിൽക്കുന്നത്. പരുത്തിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? നമ്മൾ കറുത്ത മണ്ണെന്ന് പറയും. അതേപോലെ 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതിന് വേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഹരിതഗൃഹ കൃഷി, ഫെർട്ടിഗേഷൻ, കൃത്യത കൃഷി, ഹൈഡ്രോറോണിക്സ്. ഏതാണ്? ഓപ്ഷൻ എ ഹരിതഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയും അല്ലേ. അതായത് തണുപ്പുള്ള രാജ്യങ്ങളിലേക്ക് എന്താ ചൂടിനെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഗ്ലാസ് ആയിരിക്കും. അത് നമ്മൾ മിക്ക സിനിമകളിലും കാണിക്കുന്നുണ്ടാവും. ഗ്ലാസ് ആയിട്ടുള്ളൊരു വീട്ടിൽ അതിൻ്റെ ഉള്ളിൽ കൃഷി ചെയ്യുന്നതാണ് ഹരിതഗൃഹ കൃഷി. അപ്പോൾ എന്താണ് ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് വെള്ളവും വളവും ഒക്കെ കണികാരൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഡ്രിപ്പറിലൂടെ ഈ സാധനമാണ് കണ്ടോ. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? വെള്ളവും വളവും ഒക്കെ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ ഇവിടെ ചെറിയൊരു കുഞ്ഞിതായിരിക്കും. അതിൽ ആവശ്യമായ വേണ്ടത് ഇങ്ങനെ തുള്ളി കുത്തി ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് നമുക്ക് വേണ്ട വെള്ളം എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പൈപ്പ് ഓൺ ചെയ്തിട്ട് നമുക്ക് എല്ലായിടത്തേക്കും അതിൻ്റെ ചോട്ടിൽ വെള്ളം എത്തും. ഒരു സ്ഥലത്ത് നിന്ന് അതിലേക്ക് നമുക്ക് എന്താ വളം ഇട്ട് കൊടുത്ത് എല്ലാ സ്ഥലത്തേക്കും എത്തും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെർട്ടിഗേഷൻ. പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ആ പേര് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് പിക്ചർ ഉൾപ്പെടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി എന്താണ് കൃത്യത കൃഷി എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളൊരു മണ്ണിനെ പറ്റി ആധുനിക രീതികളൊക്കെ ഉപയോഗിച്ച് പഠിക്കും. മണ്ണ് എന്താണെന്ന്, മണ്ണിൻ്റെ സ്വഭാവം, അതിലെ മൂലകങ്ങൾ, അതിൻ്റെ ജലസാന്നിധ്യം, ഇങ്ങനെയെല്ലാം നല്ല കൃത്യമായിട്ട് പഠിച്ച് അതിൻ്റെ കൃത്യമായ അളവിൽ അതിന് പരിചരണം നൽകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൃത്യത കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഇതാണ്. ഇനി ഹൈഡ്രോപോണിക്സ് എന്നാണ്, ഹൈഡ്രോറോണിക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രോപോണിക്സ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വെള്ളത്തിൽ കൃഷി ചെയ്യും. അതായത് വേണ്ട സാധനങ്ങളെല്ലാം വെള്ളത്തിൽ കലക്കി അതിങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിലായിരിക്കും. മണ്ണില്ലാത്ത കൃഷി രീതിയാണ്. അതേപോലെ തന്നെ നമുക്ക് വേറൊരെണ്ണമുണ്ട്, അക്വാപോണിക്സ് എന്ന് പറയും. അക്വാകൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജലവും ജലജീവികളൊക്കെ കൃഷി ചെയ്യുന്നതിനാണ് അക്വാകൾച്ചർ എന്ന് പറയുന്നത്. അതായത് ഈ ഹൈഡ്രോപോണിക്സും അക്വാകൾച്ചറും തമ്മിൽ കൂട്ടിച്ചേർക്കും. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു കുഴലിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം കടത്തിവിട്ട് അതിൻ്റെ മേളിൽ നമ്മളിങ്ങനെ ചെടികൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി താഴെ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? മീനിനെയൊക്കെ അങ്ങ് കൃഷി ചെയ്യും. ഈ രീതിയെ പറയുന്ന പേരാണെന്ത്? അക്വാപോണിക്സ് എന്ന് പറയും. അക്വാപോണിക്സ്.
അതായത് അതിലൂടെ ചെടിയും വളർത്തുന്നുണ്ട്, അതിൻ്റെ താഴത്തൂടി എന്ത് ചെയ്യുന്നുണ്ട്, മീനിൻ്റെയൊക്കെ കൃഷിയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് അക്വാപോണിക്സ് എന്ന് പറയുന്നത്. അതുപോലുള്ളൊരു കൃഷി രീതിയാണ് പെർമാകൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് പെർമാകൾച്ചർ? എന്താണ് പെർമാകൾച്ചർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ പരിസ്ഥിതിയിൽ ഓൾറെഡി ഉള്ള വൃക്ഷങ്ങളെ ഒന്നും നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കൃഷി ചെയ്യും. അതിനെയാണ് നമ്മൾ പെർമാകൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ മുഖ്യ വിളകളിലൊന്നാണ് നെല്ല്. നമുക്കറിയാമല്ലേ, ശരിയായ പ്രസ്താവനയാണ്. ഒരു ഖാരിഫ് വിളയാണ്, അതും ശരിയാണ്. ഉയർന്ന താപനിലയിലും ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലുമാണ് എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്, അതും ശരിയായ പ്രസ്താവനയാണ്. എക്കൽ മണ്ണാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം, അതും എന്താണ്, ശരിയായ പ്രസ്താവനയാണ്. സോ ഏത് വരും, ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്, ഒറൈസ സറ്റേവ. നെല്ല് കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന രാജ്യം ഏതാണ്, ഒന്നാം സ്ഥാനമാണ് ചൈനയ്ക്ക്. അതേപോലെ പക്ഷേ കയറ്റി അയക്കുന്നതിൽ, നെല്ല് കയറ്റുമതിയിൽ ഏതാണ്, കയറ്റുമതിയിൽ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാണ്. അതേപോലെ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്, ഒഡീഷയിലെ കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം. അതേപോലെ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്, മനില എവിടെയാണ്, ഫിലിപ്പീൻസിലെ മനിലയിലാണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏതിനത്തിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും. ഇത് വായിക്കുന്നില്ല ഞാൻ, ആൻസർ പറഞ്ഞുതരാം. ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. ഈ ചാവക്കാട് ഓറഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചന്ദ്ര എന്ന പേര്. അപ്പോൾ ചാവക്കാട് ഓറഞ്ചും ലക്ഷദ്വീപ് ഓർഡിനറിയുമാണെങ്കിൽ അതിൻ്റെ പേര് ചന്ദ്രലക്ഷ. അതേപോലെ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധവുമാണെങ്കിൽ അതിൻ്റെ പേര് ലക്ഷഗംഗ. എന്താണ്, ലക്ഷഗംഗ. ഇത് നമ്മുടെ ടെക്സ്ച്വൽ ഫാക്റ്റാണ്, SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്, നന്നായിട്ട് പഠിച്ചു പോകുക. നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? ഇതും നമ്മുടെ ടെക്സ്ച്വൽ ഫാക്ട്സ് ആണ് അല്ലേ. ജലം, തേനീച്ച, കാറ്റ്, പൂമ്പാറ്റ. ഏതാണ് നെൽച്ചെടിയിലെ പരാഗണകാരി എന്ന് പറയുന്നത്? കാറ്റാണ്. ഓപ്ഷൻ സി, കാറ്റാണ് റൈറ്റ് ആൻസർ. അപ്പം എന്തൊക്കെയാണ് കാറ്റ് വഴി? ഏതൊക്കെയാണ്? അപ്പൂപ്പൻ താടി, നെല്ല്, മഹാഗണി, ഗോതമ്പ്, ചോളം, കരിമ്പ്. ഇവയെല്ലാം എങ്ങനെയാണ്? കാറ്റുവഴിയാണ് വിത്ത് വിതരണം ചെയ്യുന്നത്. ജലം വഴിയാണെങ്കിൽ ഏതൊക്കെയാണ്? തെങ്ങ്, കുരുമുളകാണ്. ജന്തുക്കൾ വഴിയാണെങ്കിൽ പേര, അസ്ത്രപ്പുല്ല്. പൊട്ടിത്തെറിച്ചാണ് ഏത്? ആൽമരവും പ്ലാവും. ഷഡ്പദങ്ങൾ വഴിയാണെങ്കിൽ അതേതാണ്? വെണ്ട, കാശിത്തുമ്പ, ചേന, ചേമ്പ്. ഇവയൊക്കെ എന്താണ്? ഷഡ്പദങ്ങൾ വഴിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനമേത്? ഉജ്ജ്വല, നീലിമ, മുക്തി, അനാമിക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് എന്താണ്, നമ്മൾ ഇങ്ങനത്തെ സങ്കര ഇനങ്ങളുടെ പേര് അത്യാവശ്യം കുറച്ചൊക്കെ പഠിച്ചു വെക്കുക. ഉജ്ജ്വല എന്താണ്? ഉജ്ജ്വല എന്ന് പറയുന്നത് മുളകാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഉജ്ജ്വല എന്ന പേരിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൂടി ഉണ്ടാകും. അങ്ങനെ ഒരേ പേരിൽ തന്നെ 1-2 സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നീലിമ എന്താണ്? വഴുതനയുടെ ഒരു സങ്കര ഇനമാണ് നീലിമ. അതേപോലെ തന്നെ മുക്തി എന്താണ്? അത് തക്കാളിയാണ്. അനാമിക എന്താണ്? ഇതാണ് നമ്മുടെ വെണ്ട. അപ്പോൾ വെണ്ടയുടെ ഇനം ചോദിച്ചാൽ അതെന്താണ്? അനാമിക. അതേപോലെ കിരൺ എന്താണ്? വെണ്ടയാണ്. അർക്ക വെണ്ടയാണ്. ആനക്കൊമ്പൻ. അതേപോലെ സൽകീർത്തി. ഇതെല്ലാം എന്താണ്? വെണ്ടയുടെ ഇനമാണ്. സൽകീർത്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. ശരിയായ പ്രസ്താവനയാണ്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. ഇതും ശരിയാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണോ? അല്ല, ഇന്ത്യക്ക് ഏതാണ്? 2-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനത്തിൽ നിൽക്കുന്നത് ഏതാണ്? ബ്രസീലാണ് കരിമ്പ് കൃഷിയിൽ 1-ാമത്. സോ ഇതാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ, അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സുക്രോസിൻ്റെ അളവ് എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു പോകും. ഇതും ശരിയായ പ്രസ്താവനയാണ്. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്.
ചെറുധാന്യങ്ങളുടെ വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് ഏതാണ്? ചെറുധാന്യങ്ങളുടെ വർഷം എന്ന് പറയുന്നത് 2023. ഇതൊക്കെ എന്താണ്? കറണ്ട് അഫെയർ ആണ്. നമ്മുടെ ബയോളജിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റുന്നൊരു കറണ്ട് അഫെയർ ആണ്. ചെറുധാന്യ വർഷം ഏതാണ്? 2023. 2023 മില്ലറ്റ് വർഷം. 2022 എന്താണ്? കരകൗശല മത്സ്യ അക്വാകൾച്ചർ വർഷമായിരുന്നു. 21 അത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷമാണ്. മണ്ണ് വർഷം 15, പയർ വർഷം 2016, വനവർഷം 2011. ഇങ്ങനെയെല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദനം ചെയ്യുന്നത് എവിടെയാണ്? അസം ടീ അല്ലേ? അസം ടീ എന്ന് പറയത്തില്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് അസമിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മരച്ചീനി, ഇഞ്ചി, റബ്ബർ, സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ എവിടെയാണ്? കേരളത്തിലാണ്. നിലക്കടലയും പരുത്തിയും എവിടെയാണ്? ഗുജറാത്തിലാണ്. തേയില എവിടെയാണ്? അസമാണ്. മുട്ട എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. കാപ്പി, റാഗി, കുരുമുളക്, പട്ടയൊക്കെ എവിടെയാണ്? കർണാടകയാണ്. പരുത്തി കൃഷിയുടെ നമുക്കൊരു ഡൗട്ടുണ്ട്. കാര്യം പരുത്തി കൃഷിയിൽ 2ാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നായിരുന്നു നമ്മുടെ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് PSC തന്നിരുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. നെല്ല്, ചണം പശ്ചിമ ബംഗാൾ, കരിമ്പ്, ഗോതമ്പ്, ഉരുളക്കിഴങ്ങ് ഉത്തർപ്രദേശ്, കശുവണ്ടി, ഉള്ളി, ജോവർ മഹാരാഷ്ട്ര, സോയാബീൻ മധ്യപ്രദേശ്, കടുക് രാജസ്ഥാനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.